ഇത് ലാർജസ്റ്റ് നമ്പർ 8051 കണ്ടുപിടിക്കാൻ അതിലും നമ്മളിപ്പം ഡേറ്റാ പോയിന്ററിന് പകരം രജിസ്റ്റർ ബാങ്ക് R0യിൽ 30 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷൻ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. R0യിൽ 30ക്കകത്ത് വാല്യൂ 10, 31 1F, 32ൽ 0F. അപ്പം 3 എണ്ണം ഉള്ളതുകൊണ്ട് അത് R1 രജിസ്റ്ററിൽ 3 എന്ന് പറഞ്ഞ കൗണ്ട് കൊടുത്തു. കമ്പയർ ചെയ്യാനായിട്ട് നമ്മൾ B എന്ന് പറഞ്ഞ രജിസ്റ്റർ, B എന്നാണ് നമ്മൾ വാല്യൂ എടുക്കുന്നത്. അക്യുമുലേറ്ററിൻ്റെ അകത്തുനിന്ന് എടുക്കാൻ വേണ്ടി B എന്ന് പറഞ്ഞ രജിസ്റ്ററിൽ ലാർജസ്റ്റ് തന്നെ ഒരു വാല്യൂ കാണുമല്ലോ, അപ്പം അതിന് ബിയുടെ വാല്യൂ 0 എന്ന് തന്നെ അസൈൻ ചെയ്തു. എന്നിട്ട് R0 എന്ന് പറഞ്ഞാൽ എന്താ, 30ക്കകത്തെ വാല്യൂ അക്യുമുലേറ്ററിലോട്ട് പോകാൻ. അപ്പം 10 അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. പച്ച മഷിയിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ വരുന്ന പച്ചയിലാണ് വരുന്നത്. അപ്പം 10 വരും. എന്നിട്ട് നമ്മളോട് കമ്പയർ കണ്ടീഷണൽ ജമ്പ് നോട്ട് ഈക്വൽ AB ആണെങ്കിൽ, നോട്ട് ഈക്വൽ ആണെങ്കിൽ സ്കിപ്പ് എന്ന് പറഞ്ഞ് തൊട്ടപ്പുറത്ത് ഇത് കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ പോലും ഈ ഒരു കണ്ടീഷൻ വെക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തായിരുന്നു, 10ഉം B എന്ന് പറയുന്നത് 0ഉം, അത് രണ്ടും കമ്പയർ ചെയ്യും. നോട്ട് ഈക്വൽ ആണല്ലോ, അതെ. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നേരം അത് രണ്ടും ക്യാരി ഉണ്ടോ നോക്കും. ക്യാരി ഉണ്ടോ, 10 അല്ലേ ലാർജസ്റ്റ് 10, ക്യാരി ഉണ്ടോ, ഇല്ല. അപ്പോൾ ക്യാരി ഇല്ല, കണ്ടീഷൻ ഫോൾസ് അല്ലേ. അപ്പോൾ തൊട്ടടുത്ത് എന്താ, അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് ബിയിലോട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ബിയിൽ വാല്യൂ 10 ആയി. പിന്നെ ഈ ഇൻസ്ട്രക്ഷൻ പോകത്തില്ല, ഇതുണ്ടെങ്കിലേ ഇങ്ങോട്ട് പോകുള്ളൂ. അപ്പോൾ പിന്നെ എന്താണ്, R1 നമ്മുടെ കൗണ്ട് കുറച്ചപ്പോൾ 2, അത് നോൺ സീറോ ആണല്ലോ, അതെ. അപ്പോൾ ഇങ്ങോട്ടാണ് പറഞ്ഞാൽ റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ ഇത്. അപ്പം പിന്നത്തെ ഇൻസ്ട്രക്ഷൻ നീല കളറിലാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ എന്താണ്, R0 @R0. അപ്പോൾ അവിടെ വരുന്നേരം R0 എന്തായിരുന്നു, നമ്മുടെ ഇവിടെ R0 എന്ന് പറയുന്നത് ഈ ചേഞ്ച് ചെയ്ത സമയത്ത് R0യുടെ വാല്യൂ എന്താണ്, R0യുടെ വാല്യൂ എന്ന് പറയുന്നത് ഇങ്ങോട്ട് അക്യുമുലേറ്ററിലോട്ട് പോവുക. അപ്പോൾ എന്താണ് 31ലെ വാല്യൂ 1F 31. 31 ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. ലൊക്കേഷനാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ആ അക്യുമുലേറ്ററിൻ്റെ വാല്യൂ ആണ് അക്യുമുലേറ്ററിലോട്ട് പോകും. അപ്പോൾ ഇവിടെ കമ്പയർ ചെയ്യുന്നേരം 1Fഉം ബിക്കകത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാപ്പ് ചെയ്തപ്പോൾ എന്താണ് 10, 1F ആണ്, 31 അല്ല 1F. ഇവിടെ എഴുതിയുണ്ട്, അതേവിടെ അങ്ങ് എഴുതി പോയതാണ്. 1Fഉം 10ഉം കൂടെ കമ്പയർ ചെയ്യുന്നേരം നോട്ട് ഈക്വൽ ആണ്. എന്നിട്ട് ക്യാരി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. 1F ക്യാരി ഒന്നും ഇല്ലല്ലോ, ഉണ്ടോ, നോൺ ക്യാരിയാണ്. അപ്പോൾ ഈ കണ്ടീഷൻ പോകത്തില്ല. അപ്പോൾ എന്താണ് ചെയ്യുന്നത്, അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് ബിയിലോട്ട് പോയി. അപ്പോൾ അവിടെ ബിയുടെ വാല്യൂ 1F. ഈ കണ്ടീഷൻ ഒമിറ്റ് ചെയ്യും, കാരണം ഇത് കണ്ടീഷൻ ട്രൂ അല്ലാത്തതുകൊണ്ടല്ല. പിന്നെ എന്താണ്, കൗണ്ട് കുറയ്ക്കുക. അപ്പം 2ൽ നിന്ന് 1 ആയി. 1 നോൺ സീറോ ആണല്ലോ, അപ്പോൾ പിന്നെ ഇത് പോകും. അപ്പോൾ അടുത്ത വാല്യൂ 0.5 ആയിരിക്കും വരുന്നത്. അപ്പോൾ 1Fഉം 0.5ഉം കൂടെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ കണ്ടീഷൻ എന്താണ്, ക്യാരി വരും. അപ്പോൾ എന്താണ്, ഇൻക്രിമെൻറ്റ് ചെയ്യുക, R0 ഇൻക്രിമെൻറ്റ് ചെയ്യുക. നോൺ സീറോ ആയതുകൊണ്ട് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. അപ്പം നമ്മുടെ ബി രജിസ്റ്ററിൻ്റെ അകത്താണ് അക്യുമുലേറ്ററിൻ്റെ അവിടെ വരുന്ന വാല്യൂ ആണ് ഏറ്റവും ഹയസ്റ്റ്.